പാലക്കാട് തണ്ണിമത്തൻ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയതിൽ പോലീസിനെതിരെ ഹർജി നൽകി കേസിൽ പിടിയിലായ ദുരൈരാജന്റെ കുടുംബം. ദുരൈരാജനെ മാത്രം പോലീസ് കുടുക്കുകയാണെന്നാണ് ആരോപണം. ദുരൈരാജൻ ആക്ടിംഗ് ഡ്രൈവറാണെന്നും വാഹനത്തിൽ മറ്റു യാത്രക്കാരനുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹർജി നൽകിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയതാണ്. അപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ മാത്രമാണോ പോലീസ് പിടികൂടിയത്? എന്താണ് ഈ ഹർജിയിൽ പറയുന്നത് ഇക്ബാൽ? വാഹന ഉടമയെ പ്രതി ചേർത്തില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പിടിയിലായ ദുരൈരാജന്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പോലീസിനെതിരായ ഹർജിയാണ്. ഇക്ബാൽ, വിശദാംശങ്ങൾ നൽകാം. സ്മൃതി, അതായത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്തായി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കയറ്റി വന്നൊരു ലോറി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടുന്നത്. ഈ ലോറിക്ക് അകമ്പടി വന്ന കാറിന്റെ ഡ്രൈവറായിരുന്നു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ദുരൈരാജിന്റെ അറസ്റ്റ് പിന്നീട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് രേഖപ്പെടുത്തുന്നു. ഇയാളെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ദുരൈരാജിന്റെ കുടുംബം പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ദുരൈരാജ് ഓടിച്ചു വന്ന ഈ കാറിനകത്ത് മറ്റൊരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ദുരൈരാജിന് ഒന്നും തന്നെ ഈ സ്ഫോടക വസ്തു കടത്തുമായി ബന്ധപ്പെട്ട് അറിയില്ലായിരുന്നു. ദുരൈരാജിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരനായിരുന്നു ഈ സ്ഫോടക വസ്തു കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന വ്യക്തി. പക്ഷേ അയാളെ പിടികൂടാതെ ദുരൈരാജിനെ മാത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു പോലീസ്. ഇതിനെതിരെ ഹർജി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ദുരൈരാജിന്റെ കുടുംബം. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ദുരൈരാജിന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ദുരൈരാജ് ആക്ടിംഗ് ഡ്രൈവർ അല്ല, മറിച്ച് റെന്റ് കാർ എടുത്ത് ഈ വാഹനത്തിൽ അകമ്പടി വന്നതെന്നാണ് പോലീസിനെ കണ്ടെത്തൽ. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകുന്നത്.